മദ്യനയ അഴിമതി കേസിൽ ജാമ്യം തേടി ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നീക്കം. നാളെ വാദം കേൾക്കുന്നത് പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ. ശരത് കെ ശശി, ദില്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവസാന ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ നിയമ പോരാട്ടത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? സുജയ, ഇന്നലെയാണ് വിചാരണ കോടതി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. CBIയും എൻഫോഴ്സ്മെന്റും രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും ജാമ്യം തേടിക്കൊണ്ടായിരുന്നു വിചാരണ കോടതിയെ മനീഷ് സിസോദിയ സമീപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി മനീഷ് സിസോദിയ ചൂണ്ടിക്കാണിച്ചത് അന്വേഷണം പൂർത്തിയായ ഈ കേസിന്റെ വിചാരണ നടപടികൾ ഒച്ചിഴയുന്ന വേഗത്തിലാണ്. അതുകൊണ്ട് അനന്തമായ ജയിൽവാസം അത് നീതിപൂർവമായ ഒരു കാര്യമല്ല എന്നതായിരുന്നു ഈ ജാമ്യ ഹർജിയിൽ പ്രധാനമായും മനീഷ് സിസോദിയ ചൂണ്ടിക്കാണിച്ചത്. ആ ജാമ്യ ഹർജിയാണ് ഇന്നലെ വിചാരണ കോടതി തള്ളിയത്. ഈ സാഹചര്യത്തിലാണ് വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ മനീഷ് സിസോദിയ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ കേസ് അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്നുള്ള മനീഷ് സിസോദിയയുടെ ആവശ്യം കോടതി പരിഗണിച്ചു. അതിനുശേഷം ഹർജിയുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നാളെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയയ്ക്ക് ദില്ലി വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഇത് 2ാം റൗണ്ട് ജാമ്യ ഹർജിയാണ് മനീഷ് സിസോദിയ നൽകിയിരിക്കുന്നത്. ഇതേ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന BRS നേതാവ് K കവിതയുടെ ജാമ്യ അപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയാൻ നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ മെയ് 6-ാം തീയതിയായിരിക്കും വിധി പറയുക എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.